രമണി, ശ്രീകുട്ടൻ എവിടെ? ശ്രീകുട്ടന് ഇവിടെ ഇല്ല. രമണി, ശ്രീകുട്ടനെ കണ്ടിട്ട് എനിക്കൊന്ന് ഉപദേശിക്കാറുണ്ട്. അവൻ ഈ സിനിമാക്കാരുടെ പുറകെ നടക്കുന്ന പരിപാടിയെല്ലാം ഉപേക്ഷിച്ചിട്ട് അവന് വല്ല പണിക്ക് പോയിക്കൂടെ? എന്താണിത്? ശ്രീകുട്ടൻ 2 ദിവസം കഴിഞ്ഞ് വരും. ചേട്ടനപ്പോൾ വന്ന് ഉപദേശിക്കും. ഓക്കെ? ശ്രീകുട്ടാ, കൊച്ചേട്ടൻ വന്നക്കടാ. നീ എവിടെയാണ്? കൊച്ചേട്ടാ ദേ വരുന്നു. ഞാനേ ബാത്റൂമിലാണേ. ഇപ്പൊ വരാട്ടാ. ഇരിക്കേ. കൊച്ചേട്ടാ എപ്പോഴാ വന്നു? ഞാൻ വന്നിട്ട് 10 മിനിറ്റ് ആയടാ. നിന്നൊന്ന് ഉപദേശിക്കാൻ വന്നതാ. എന്താ ഉപദേശം? ഈടാ, നീ ഈ സിനിമയുടെ ഈ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് നിനക്ക് പണിക്ക് പോയിക്കൂടെ? എന്തെങ്കിലും നിനക്ക് കമ്പ്യൂട്ടറൊക്കെ അറിയാവുന്നതല്ലേ? എന്തെങ്കിലും ഷോപ്പിലൊക്കെ പോയി നിനക്ക് പണിയെടുത്തുകൂടെ? ഞാൻ നടനും ആകും, ഡയറക്ടറും ആകും. കൊച്ചേട്ടൻ ചെല്ലി, ഇനി നിക്കണ്ട, ഒക്കോ. നീ ഒരു സിനിമ നടനും ആകാൻ പോണില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു, ഞാൻ പോണം. എന്താ കൊച്ചേട്ടാ അങ്ങനത്തെ ഒരു പേശി? ഞാൻ പിന്നെ പറഞ്ഞല്ലേ, എനിക്ക് പറയാനുള്ള അധികാരം ഉണ്ടല്ല. എന്ത്? ഞാൻ നിന്റെ അമ്മാവനല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ സ്വന്തമായിട്ട് പണം മുടക്കി ഞാൻ ഡയറക്ട് ചെയ്യുന്നതിന് അമ്മാവൻ എന്താ പ്രശ്നം? എന്നാ നീ ഒരു പടം ഡയറക്ട് ചെയ്ത് വിജയിപ്പിച്ച് കാണിക്ക്, എന്നിട്ട് പറ. എന്നാ അമ്മാവൻ ചെല്ല്. നീ നേരെ കാണുന്നത് വീട്ടില്. ശരി. എന്നാ നീ വേലായി വീട്ടിൽ കാലുകുത്ത്, കേട്ടല്ല? നേരാവേ നേരാവേ നേരായി വീട്ടിൽ കാലുകുത്ത് പോ. ഞാൻ പോണം. ഇറക്കി വേണ്ടാ. ശ്രീകുട്ട, എന്തേ നിന്റെ കഥയൊന്നും ആയില്ലേ? കഥയൊന്നും ആയില്ലേ? നോക്കുന്നുണ്ട്. ഈ കൊല്ലം സിനിമ ചെയ്യണോ? അതെ. നീ എന്തായാലും എന്റെ ഒപ്പം ഉണ്ടല്ലോ. എന്താ ക്യാമിയ റോളാണോ? ക്യാമിംഗ് റോളാണ്. ഉണ്ടാവും. ഈ മാസം തന്നെ ഉണ്ടോ ഷൂട്ട്? ഈ വർഷം തന്നെ തുടങ്ങുന്നു. മരൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നു. കടൽ തീരമേ കടൽ തീരമേ കടൽ തീരം തീരം ഒഴുകുന്ന തീരമോനെ കടൽ 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 ഒഴുകുന്ന തീരമോനെ കടൽ 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 ഒഴുകുന്ന തീരം പോലെ കടൽ കടൽ കടൽ.
അല്ല ജസ്റ്റ് കടലിൽ കാണാൻ വന്നാ. ആ ഞാനൊരു കല്യാണം കഴിച്ചു പോയില്ലേ, കുടുംബസ്ഥനായില്ലേ. വീട്ടിൽ ഭാര്യയുണ്ട് സീത എന്ന പേര്, അറിയില്ലേ? 10-15 വർഷമായല്ലേ മോളെ ദേവി. അതൊക്കെ ഓർത്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാ ഇനി എന്റെ ബിസിനസിന്റെ കാര്യങ്ങളും എന്റെ സംവിധാനത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സമയമുള്ളൂ. ഒന്നും മറക്കാനാകില്ലല്ലോ. ഈ ഒരു ഓർമ്മകളല്ലേ, ഓർമ്മകളെ നമ്മൾ വാർത്തെടുക്കുക എന്നുള്ളതല്ലേ. അല്ലാണ്ടിപ്പോ അതിനെ കുറിച്ച് നമ്മളിപ്പോ പാകിലപ്പെട്ട് ഇപ്പൊ എന്താ കാര്യം, ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കുന്നതായിരുന്നു. എന്തായാലും നിങ്ങൾ വിളിച്ചപ്പോ എന്തായാലും ഞാൻ വന്ന് നിങ്ങളെ കണ്ടല്ലോ. എന്നാ നമുക്ക് എന്താ ഐസ്ക്രീം കഴിച്ചാലോ? വാ. അയ്യോ സുഖമാണോ? എല്ലാരൊക്കെയുണ്ട് മക്കളൊക്കെ? സ്ട്രോബെറി ഉണ്ടോ? ഏതാ? ചോക്ലേറ്റ്. എനിക്ക് വാനില്ല. നമ്മൾ ഒരുപാട് ഐസ്ക്രീമുകൾ കൊണ്ട് കഴിച്ചതല്ലേ, പുതിയ കാലത്തെ ഐസ്ക്രീം കഴിച്ചത് അല്ലേ? കഴിക്കാറുണ്ട് ഐസ്ക്രീം? എന്ത് കഴിക്കാറുണ്ട്? അതല്ല എനിക്ക് എനിക്ക് സിനിമ കഥകളൊക്കെ ഇതൊന്നുമല്ലേ. ഞാനൊരു തിരക്കഥാകൃത്താകാൻ നടക്കുന്നതാണല്ലേ, ശ്രീകുട്ടനല്ലേ. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഇത് അറിയില്ലേ? നീ മറന്നോ എത്ര കടലമുട്ടായും എത്ര ചോക്ലേറ്റുകളും നീ മേടിച്ചു? അതൊക്കെ ഒരു സമയത്തല്ലേ. ഇപ്പൊ ഞാൻ ഒരു ഗൃഹനാഥനല്ലേ, ഒരു ഭർത്താവല്ലേ, എനിക്കൊരു ഭാര്യയുണ്ട്, അത് മനസ്സിലാക്കി. ഓക്കെ കാണാം ഓക്കെ. കടൽക്കാറ്റും നീരത്ത് കടലമ്മ വരുന്നത് കണ്ടോ, അകലേക്കൊരു രാത്രി. കടൽക്കാറ്റും വരുന്നത് കണ്ടോ, കടലമ്മ വരുന്നത് കണ്ടോ, എല്ലാരും പോണത് കണ്ടോ. ഇത് ശ്രീകുട്ടൻ അല്ലേ, ശ്രീകുട്ടൻ സിനിമാ താരം, ശ്രീകുട്ടൻ സിനിമാ താരം.